ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷ് ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ മിസ് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നാളെ 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് ഏതാണ് എക്സാം വരുന്നത്? നമ്മുടെ മാത്സ് അഥവാ ഗണിതം എക്സാം ആണ് വരുന്നത് അല്ലേ. അപ്പൊ കൂട്ടുകാരൊക്കെ എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുത്തോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ മിസ് നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ മുന്നേ ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോസ് ഒക്കെ മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കല്ലോ. ഏതെങ്കിലും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം നമ്മുടെ ചാനലിലോട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. അതിന് മുന്നേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നാളത്തെ എക്സാമിന് മുഴുവൻ മാർക്ക് മേടിക്കും എന്നുള്ള കൂട്ടുകാർ ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേ. എനിക്ക് നാളത്തെ എക്സാമിന് മുഴുവൻ മാർക്കും കിട്ടുമെന്ന് കോൺഫിഡൻസ് ഉള്ള കൂട്ടുകാരൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അതോടൊപ്പം തന്നെ മക്കളുടെ പേര് കൂടി നമ്മുടെ കമന്റ് ബോക്സ് പറയാം കേട്ടോ. എന്നാൽ നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ. പിന്നെ നമ്മുടെ മെമ്പർഷിപ്പിന്റെ കാര്യം മിസ് ഒരിക്കൽ കൂടി പറയാം. വെറും 89 രൂപയാണ് മെമ്പർഷിപ്പ് എടുക്കുന്ന കൂട്ടുകാർക്ക് മന്ത്ലി വരുന്നത് കേട്ടോ. അപ്പൊ ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന കൂട്ടുകാർക്ക് ഇത്തരത്തിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ വീക്കിലി 3 ഡേയ്സ് ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നാളെ 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് നിങ്ങളുടെ എക്സാമിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൗണ്ട് ആൻഡ് റൈറ്റ് അഥവാ എണ്ണാം എഴുതാം എന്നുള്ളൊരു പ്രവർത്തനം കേട്ടോ. അപ്പൊ നാളെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ മിസ് 2 ആളുകൾക്കുള്ളതും പറയാം കേട്ടോ. അപ്പൊ മിസ് പറഞ്ഞ ഒന്നാമത്തെ ചോദ്യം എന്താണ്? കൗണ്ട് ആൻഡ് റൈറ്റ് അല്ലേ, അഥവാ എണ്ണാം എഴുതാം എന്നുള്ള പ്രവർത്തനം. അവിടെ നമുക്ക് തരും എന്താന്ന് വെച്ചാൽ കുറെ ചിത്രങ്ങളുടെ കൂട്ടങ്ങൾ തരും. അതായത് കുറച്ച് ബോർഡുകളുടെ കൂട്ടങ്ങള്, കുറച്ച് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങള്, അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുടെ ചിത്രങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കുറെ ചിത്രങ്ങൾ തന്നിട്ട് ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് എണ്ണ എഴുതാനായിട്ട് ഇവിടെ മിസ് ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്ക്, ആദ്യം കുറച്ച് മിഠായികളുടെ കൂട്ടമാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ദെൻ പിന്നെ എന്തെങ്കിലും കൊടുത്തു? ടീച്ചർ കുറച്ച് ലഡുകളുടെ കൂട്ടമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടീച്ചർ കൊടുത്തിട്ടുള്ളത് കുറച്ച് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. അപ്പൊ ഇതിന്റെ ആദ്യം നിങ്ങൾക്കുള്ള ചോദ്യം പറയാണ് എണ്ണി എഴുതാനായിട്ട്. ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം വീതമാണ് ഉള്ളത് എന്നുള്ളത് എണ്ണിയിട്ട് തൊട്ടടുത്തുള്ള കോളത്തിൽ എഴുതാനായിട്ട്. അപ്പൊ എല്ലാ മക്കളും റെഡി ആണല്ലോ. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ആൻസർ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ആദ്യം നമുക്ക് മിഠായികളുടെ കൂട്ടം നോക്കാം. മിസ്സിനോടൊപ്പം നിങ്ങൾ എണ്ണണേ. 1 2 3 4 5 6. അപ്പൊ എത്ര എണ്ണം ഉണ്ട് മക്കളെ? 6 എണ്ണം ഉണ്ട്. ഇനി ലഡു എണ്ണിക്കാം മക്കളെ. 1 2 3 4 5 6 7 8 9 10 11 12 അല്ലെ, 12 ആണുള്ളത്. ദെൻ നക്ഷത്രങ്ങളുടെ അഥവാ സ്റ്റാറിന്റെ കൂട്ടം നോക്കിക്കാൻ മക്കളെ. 1 2 3 4 5 6 7 8 9 അല്ലെ, 9 എണ്ണമാണുള്ളത്. അപ്പം ഇവിടെ 6 കിട്ടി, 12 കിട്ടി, 9 കിട്ടി. ഇപ്പൊ കൂട്ടുകാർക്ക് അതോടൊപ്പം തന്നെ മാർക്കും കിട്ടി. ഇത്തരത്തിലൊരു ചോദ്യം വരും. കൂട്ടുകാർക്ക് ഓരോ കൂട്ടവും ചിത്രങ്ങൾ തന്നിട്ട് ഓരോന്നിലും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് എഴുതാനായിട്ട് പറയും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ മക്കൾ എല്ലാവരും ചെയ്യല്ലോ. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരിക്കും. അതായത് ചിത്രത്തിൽ ഏറ്റവും കൂടുതലുള്ള കൂട്ടം ഏതാണ് എന്നുള്ളത്. ഏതാണ് മക്കളെ ഇവിടെ തന്നിട്ടുള്ളത് ഏറ്റവും കൂടുതലുള്ളത്? മിഠായി ആണോ, ലഡു ആണോ, അല്ലെങ്കിൽ നക്ഷത്രമാണോ? ഏതാണ്? ലഡു ആണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലെ. കാര്യം എന്താണ്? അത് 12 എണ്ണം ഉണ്ട്. 12 ഉണ്ട് അല്ലെ. ഇവിടെ 6 ഉള്ളൂ, ഇവിടെ 9 ഉള്ളൂ. അപ്പൊ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ നോക്കിയാൽ പോരെ, ഏറ്റവും വലിയ നമ്പർ നോക്കിയാൽ പോരെ. ഏതാണ്? 12 ആണ്. അതായത് ഇതിൽ ഏറ്റവും വലിയ കൂട്ടം ഏതാണ്? ഈ ലഡുവിന്റെ കൂട്ടമാണ് ഏറ്റവും വലുത്. ഓക്കെ, ഇനി ചിലപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ചോദിക്കാം, തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ഗ്രൂപ്പ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കൂട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് മക്കളെ? ഈ 6 ആണോ 9 ആണോ ചെറുത്? നമുക്കറിയാം 6 എന്ന നമ്പറാണ് ചെറുത്. അതിനർത്ഥം ഈ മിഠായികളുടെ കൂട്ടമാണ് ചെറിയ കൂട്ടം. മനസ്സിലായല്ലോ? അപ്പം ആ ഒരു ചോദ്യം ഈ ഭാഗത്ത് നിന്ന് വരാം. പിന്നെ മക്കൾക്കുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ എണ്ണത്തെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അഥവാ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതാൻ കേട്ടോ. ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം എഴുതുക. നമ്മൾ അസംബ്ലിയിലൊക്കെ വരി നിൽക്കാറില്ല സ്കൂളില്. ഏറ്റവും ചെറിയ ആൾ മുന്നിൽ നിൽക്കും, അതിനേക്കാൾ കുറച്ചുകൂടി വലിയ ആൾ അതിന്റെ പുറകിൽ നിൽക്കും, അതിനേക്കാൾ കുറച്ചുകൂടി വലിയ ആള് അതിന്റെ പുറകിൽ നിൽക്കും അല്ലെ. ഏറ്റവും വലിയ ആൾ എവിടെയാ നിൽക്കുക? ഏറ്റവും പുറകിലാ നിൽക്കുക. അതുപോലെയാണ് മക്കളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന് പറയുന്ന സമയത്ത് മക്കൾ അറേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. ഏറ്റവും ചെറിയ നമ്പറിന് ആദ്യം, അതിന്റെ കുറച്ചുകൂടി വലുതിന് അതിന്റെ പുറകില്, പിന്നെ വലുതിന് അതിന്റെ പുറകിൽ, അങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് നമുക്കറിയാം 6 ആണ് സ്മോളസ്റ്റ് നമ്പർ. അപ്പൊ 6 ആദ്യം എഴുതി. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഏതാണ്?
9 ആണ്, 9 എഴുതി. ലാസ്റ്റ് ഇത് വരും 12 വരും. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പൊ തന്നിട്ടുള്ള സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനായിട്ട് പറയും. ഇനി നേരെ തിരിച്ചും ചോദിക്കാം കേട്ടോ, അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്കും ചോദിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? ഏറ്റവും വലിയ ആൾ ആദ്യം അല്ലെ, അതായത് 12 ആദ്യം എഴുതണം, പിന്നെ 9 എഴുതണം, പിന്നെ 6 എഴുതണം. ഓക്കെ, ഇവിടെ നമുക്ക് 3 നമ്പേഴ്സേ തന്നിട്ടുള്ളൂ അല്ലെ. അപ്പൊ അതില് ചെറുത് വലുത് കണ്ടുപിടിക്കാൻ നമുക്ക് വലിയ പ്രയാസമല്ല. ഇവിടെ നോക്കിക്കേ മക്കളെ, ഇനി നിങ്ങൾക്ക് ഇങ്ങനെയാണ് നമ്പേഴ്സ് തരുന്നത്. 10 വേണ്ട, നമുക്ക് 12, അതുപോലെ തന്നെ 20, 15, പിന്നെ നമുക്ക് 32, ഇങ്ങനെ 4 നമ്പേഴ്സ് തന്നു. എന്നിട്ട് ഈ നമ്പേഴ്സിൽ ഏറ്റവും വലുത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് മക്കളെ? 32 ആണോ, 12 ആണോ, 20 ആണോ, 15 ആണോ വലിയ നമ്പർ? അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഒരൊക്കെ സംഖ്യ ആണെങ്കിൽ നമുക്ക് ഈസിയാ അല്ലെ, ഈ 2, 3, 4, 5 അങ്ങനെയൊക്കെ തരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ചെറുത് ഏതാണ്, വലുത് ഏതാണ്. ഇങ്ങനെ രണ്ടക്ക സംഖ്യ തരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ടീച്ചർ മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ചില കൂട്ടുകാർക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് പറ്റും. അത് പറയാൻ പ്രയാസമുള്ള കൂട്ടുകാരുടെ അടുത്താണ് മിസ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? എല്ലാത്തിന്റെയും ആദ്യത്തെ ഡിജിറ്റ്, ആദ്യത്തെ നമ്പർ നോക്കുക. ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ് അല്ലെ. അപ്പൊ 3 ആണോ, 1 ആണോ, 2 ആണോ, 1 ആണോ വലുത് മക്കളെ? അങ്ങനെ ചോദിക്കാൻ നമുക്ക് പറയും എന്താണ്? 3 ആണ് വലുത്. അപ്പം ആദ്യത്തെ നമ്പറിൽ ഏത് നമ്പർ ആണോ വലുത് അതായിരിക്കും എന്ത് തന്നിട്ടുള്ളതിൽ വലിയ സംഖ്യ. അപ്പൊ ഇവിടെ 3 ആണ് വലുതുള്ളത്. അപ്പൊ ഈ തന്നിട്ടുള്ള കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 3 ആണ്. മനസ്സിലായോ? ഓക്കെ, ഇനിയുള്ളത് നമുക്ക് 12 ഉണ്ട്, 20 ഉണ്ട്, 15 ഉണ്ട് അല്ലെ. ഇതിൽ ഏതാണ് മക്കളെ വലിയ സംഖ്യ? ഏതാണ്? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ നമ്പേഴ്സ് നോക്കണം അല്ലെ. ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. 1 ആണോ 2 ആണോ വലുത്? നമുക്കറിയാം 2 ആണ്. അപ്പൊ രണ്ടാമത്തെ വലിയ ആൾ എന്ന് പറയുന്നത് ഇയാളാണ്. ഇത് ഒന്നാമത്തെ വലിയ ആള്, പിന്നെയുള്ള ആള് ഇത് അല്ലെ. ഓക്കെ, ഇനി നമുക്കുള്ളത് ഏതൊക്കെയാണ്? 12 ഉണ്ട്, 15 ഉണ്ട് അല്ലെ. 12ഉം 15ഉം ആണുള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെ എന്താണ് ചെയ്തത്? ആദ്യത്തെ സംഖ്യ നോക്കൂ അല്ലെ. ആദ്യത്തെ സംഖ്യയിൽ വലിയ സംഖ്യ ഏതാണോ അത് വരുന്ന നമ്പർ ആണ് നമുക്ക് തന്നിട്ടുള്ളത് ലാർജസ്റ്റ് നമ്പർ. ഇവിടെ നോക്കിക്കേ, 2 നമ്പേഴ്സിലും 1 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യും മക്കളെ? നമ്മൾ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യും? തൊട്ടടുത്ത നമ്പർ നോക്കുക. ഈ 1ന് ആദ്യത്തെ സംഖ്യ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ നമ്പർ ഏതാന്ന് നോക്കുക. ഇവിടെ രണ്ടാമത്തെ നമ്പർ 2 തന്നെയാണ്. ഇവിടെ രണ്ടാമത്തെ നമ്പർ ഏതാണ്? 5 ആണ്. ഈ 2 ആണോ 5 ആണോ വലിയ സംഖ്യ? അത് നോക്കാൻ മക്കൾക്ക് അറിയാലോ. ഏതാണ്? 5 ആണ് വലിയ സംഖ്യ. അതിനർത്ഥം നമ്മുടെ ഈ 2 സംഖ്യയിൽ വലിയ സംഖ്യ ഏതാണ്? 15 ആണ്. അത് ലാസ്റ്റ് ഏത് വരും? 12 വരും. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പൊ ഒരു സംഖ്യകളുടെ കൂട്ടത്തെ തന്നാൽ അതിൽ വലിയ സംഖ്യ ഏതാണ്, ചെറിയ സംഖ്യ ഏതാണ് എന്നൊക്കെ മക്കൾക്ക് എഴുതാനായിട്ട് ഇനി പറ്റില്ലേ? ഇത് ഇങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് സംഖ്യയുടെ കൂട്ടം തന്നാൽ അതിന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാം അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ഈ ഭാഗം നോക്കിയിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇങ്ങനെ കുറച്ച് നമ്പേഴ്സിന്റെ കൂട്ടങ്ങൾ എഴുതിയിട്ട് മക്കൾ എന്ത് ചെയ്യുന്നു? വീട്ടിൽ നിന്ന് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ കുറച്ച് 4 സംഖ്യകളുടെ കൂട്ടങ്ങൾ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അങ്ങനെ മക്കൾ എന്ത് ചെയ്യുക? എഴുതി നോക്കുക കേട്ടോ. ഇങ്ങനെ മിസ് പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക? ആദ്യത്തെ നമ്പേഴ്സ് നോക്കിയിട്ട് അതിൽ വലിയ സംഖ്യ ഏതാന്ന് കണ്ടെത്തിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് പിന്നെ നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ മൈനസ് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു പ്രവർത്തനങ്ങൾ തരും. അതായത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കേ മിസ് ഇപ്പം ചെറിയൊരു ഫ്ലവർ വരയ്ക്കും. ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 8, ഇവിടെ 10, ഇവിടെ 15, അതുപോലെ തന്നെ ഇവിടെ 5, ഇവിടെ 2, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ഇതളുകളും തന്നിട്ടുള്ളത്. എന്ന് മക്കൾക്ക് എന്ത് ചെയ്യും? ഇവിടെ കുറച്ച് കണക്കുകൾ ചെയ്യാനായിട്ട് തരും. അതായത് 4 + 4 = 10, 10 + 5 = അതുപോലെ തന്നെ 1 + 1 = 10 - 5 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കണക്കുകൾ തരും. എന്നിട്ട് ഇത് ഓരോന്നും ചെയ്തിട്ട് ആൻസർ കിട്ടിയതിന് ശേഷം ആ ഇതളുകൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറയും? കളർ ചെയ്യാനായിട്ട് പറയും. ഇവിടെ ഇപ്പൊ പൂവാണ് തന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചിത്രം തരാം. അത് സെയിം കാര്യം എന്താണ് ചെയ്യേണ്ടത്? ഈ ഓരോ ക്രിയകളും ചെയ്തിട്ട് ആൻസർ കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ കളർ എന്ത് ചെയ്യുക? എവിടെയാണ് ആ നമ്പർ എന്ന് കണ്ടെത്തിയിട്ട് അവിടെ നിങ്ങൾ കളർ ചെയ്യുക. ആ രീതിയിൽ ചോദ്യം വരും കേട്ടോ. അപ്പൊ ഈ കളർ ചെയ്യുന്നത് മക്കൾ ശ്രദ്ധിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. അപ്പൊ മക്കൾ പറഞ്ഞേ 4 + 4 4 കൂട്ടം 4 എത്രയാണ് മക്കളെ? ഇനി എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നൊന്നും മിസ് ഇനി റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ മറന്നുപോയിട്ടുള്ള കൂട്ടുകാരുടെ ക്ലാസ് ഒക്കെ വീണ്ടും കാണാം. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് അമ്മമാരൊക്കെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ. അപ്പൊ 4 + 4 8 ആണ്. 8 എന്നുള്ള ഇതിൽ എന്ത് ചെയ്തു? നമ്മൾ കളർ ചെയ്തു. ദെൻ 10 + 5 എന്ന് പറഞ്ഞാൽ 10 കൂട്ടണം 5 എന്ന് പറഞ്ഞാൽ 15 ആണ്.
അപ്പൊ 15 എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നമ്മൾ കളർ ചെയ്തു. ദെൻ 1 + 1 എന്ന് പറഞ്ഞ 2 ആണ്. 2 എന്നുള്ള ഇതിൽ നമ്മൾ കളർ ചെയ്തു. ദെൻ 10 - 5 എന്ന് പറഞ്ഞത്, അതായത് 10 കുറയ്ക്കണം 5 ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സൈഡ് ശ്രദ്ധിക്കണം, പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് മക്കൾ കൃത്യമായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ 10 - 5 എന്ന് പറഞ്ഞാൽ 5 ആണ്, നമ്മൾ മൈനസ് ചെയ്തു. ഒന്നുകൂടി ഉണ്ട് അല്ലെ, മിസ് ഇവിടെ ഒന്നുകൂടി ചെയ്താൽ 8 + 2 എത്രയാണ് മക്കളെ, 8 കൂട്ടണം 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 10നും കളർ ചെയ്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫ്ലവറിനെ അങ്ങനെ കളർ ചെയ്തു. വന്നത് മനസ്സിലായോ? അപ്പൊ അത്തരത്തിലുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം. അവിടെ മക്കൾ എന്ത് അറിഞ്ഞിരുന്നാൽ മതി, വേഗം ഇരുന്ന് പഠിച്ചോ, ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും കേട്ടോ. ഓക്കെ മക്കളെ, 10ന് മേലേക്കുള്ള സംഖ്യകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. 20 വരെ മക്കൾ നോക്കിയിട്ട് പോവുക. 20 വരെയുള്ള സംഖ്യകളൊക്കെ ഉണ്ടായിരിക്കും ആഡ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഈ 10കളുടെ കൂട്ടങ്ങളും 1കളുടെ കൂട്ടങ്ങളും ഒക്കെ ചേർന്നിട്ട് എത്രയാണ് സംഖ്യ എന്നുള്ളത് മിസ് ഇവിടെ എഴുതാം കേട്ടോ. നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 3 എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോക്കിക്കേ മക്കളെ, ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ കൂട്ടത്തിൽ എത്ര 10കളുണ്ട്, 1, 2 അല്ലെ, 2 10കളുണ്ട്. എത്രയുണ്ട് പിന്നെ സംഖ്യ, നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട് അല്ലെ, 5 ആണുള്ളത്. ഇവിടെ 1, 2, 3 10കളുണ്ട്. പിന്നെ തന്നിട്ടുള്ള നമ്പർ ഏതാണ്, 1 തന്നിട്ടുണ്ട്. ഇവിടെ 2 10കളുണ്ട്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഏതാണ്, 9 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അവിടെ എത്ര ഉണ്ടായിരിക്കും മക്കളെ, എത്രയാണ് ഉണ്ടായിരിക്കുക? ഇവിടെ നമുക്കറിയാം 2 10കൾ ചേർന്നാൽ എത്രയാണ് മക്കളെ, 2 10s ചേർന്നാൽ എത്രയാണ്, 20 ആണ് അല്ലെ, 20 ആണ്. 20ഉം 5ഉം ചേർന്നാൽ എത്രയാണ് മക്കളെ, 25 ആണ്. അതുപോലെ ഇവിടെ 3 10കളാണ് അല്ലെ, 3 10s എത്രയാണ്, 30 ആണ് അല്ലെ. 3 10കൾ ചേർന്നാൽ 30, 30ഉം 1ഉം ചേർന്നാൽ എത്രയാണ്, 31 ആണ്. ഇനി ഇവിടെ എത്ര 10കളുണ്ട്, 1 2 അല്ലെ, 2 10കളാണ്. അപ്പൊ 20 കിട്ടി. 20 + 9 എന്ന് പറഞ്ഞാൽ എത്രയാ, 29. അപ്പൊ ഇതേ രീതിയിലുള്ള ഒരു കണക്ക് മക്കൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതായത് 10കളുടെ എണ്ണമൊക്കെ തന്നിട്ട് എത്രയാണ് അത് എന്നുള്ളത് കൗണ്ട് ചെയ്യാനായിട്ട്, ആഡ് ചെയ്തിട്ട് എഴുതാനായിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിലും മക്കൾക്ക് എന്ത് വരാം, ഇവിടെ 25 31 29 എന്ന് കിട്ടിയില്ലേ. ഇനിയിപ്പോ ഇത് കുറച്ച് കൂട്ടുകാർ എന്ത് ചെയ്യണം, ഗെയിം കളിക്കാണ്. അപ്പൊ അവർക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇത് എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ഇതിൽ ആരാണ് ജയിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഓരോ കൂട്ടുകാരുടെ പേര് കൊടുക്കാം. ഇത് അപ്പു, ഇത് മിന്നു, ഇതുപോലെ ഇത് അനു. ഇത് 3 കൂട്ടുകാരാണ്. അപ്പൊ അവരെന്ത് ചെയ്യാണ്, ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, തന്നിട്ടുള്ളത് കേട്ടോ. അപ്പുവിന് കിട്ടിയത് എത്രയാണ് നമ്മൾ കണ്ടെത്തി, 25. മിന്നുവിന് കിട്ടിയത് 31 ആണെന്ന് കണ്ടെത്തി. അനുവിന് കിട്ടിയത് 29. അങ്ങനെയാണെങ്കിൽ ആരാണ് ഗെയിമിൽ വിൻ ചെയ്തത് എന്ന് ചോദിക്കാൽ, ആരാണ് അതിൽ വിന്നർ, ആരായിരിക്കും മക്കളെ, ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുള്ള ആളായിരിക്കും എന്ത് അതിൽ വിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇവിടെ 25 ആണോ, 31 ആണോ, 21 ആണോ വലിയ നമ്പർ? നമുക്കറിയാം ആദ്യത്തെ സംഖ്യ ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ 3 ആണ് വലുത് വരുന്നത്. അപ്പൊ 31 ആണ് വലിയ നമ്പർ. ആ പോയിന്റ് കിട്ടിയത് ആർക്കാണ്, മിന്നുവിനാണ്. അപ്പൊ ഗെയിമിൽ വിൻ ചെയ്തത് ആരാണ്, ഏറ്റവും കൂടുതൽ പോയിന്റ് മേടിച്ചിട്ടുള്ളത് ആരാണ്, നമ്മുടെ മിന്നു. ഇനി ഗെയിമിൽ ഏറ്റവും കുറവ് പോയിന്റ് മേടിച്ചിട്ടുള്ളത് ആരാണ്, നമ്പർ നോക്കിക്ക്, ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്, നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ നെക്സ്റ്റ് നമ്പർ നോക്കുക, ഇവിടെ 9 ആണ്, ഇവിടെ 5 ആണ്. അപ്പം ഏറ്റവും കുറവാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിൽ ആരാണ്, 9 ആണോ 5 ആണോ ചെറിയ സംഖ്യ, 5 ആണ്. അപ്പൊ 25 ആർക്കാണ്, അപ്പുവിനാണ് ഏറ്റവും കുറവ് പോയിന്റ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത്തരത്തില് മക്കൾക്ക് ചോദ്യങ്ങൾ വരാം. അപ്പൊ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓരോ എത്ര 10കൾ ചേർന്നാൽ എത്രയായിരിക്കും എന്നുള്ളത് നമുക്കറിയാലോ. 10 10കൾ ചേർന്നാൽ വരെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. 10 10കൾ ചേർന്നാൽ എത്രയാണ്, 100 ആണെന്ന് നമുക്ക് അറിയുന്നതാണ് അല്ലെ. അപ്പൊ അത് നോക്കി വെക്കുക. ദെൻ പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് പാറ്റേൺ പൂർത്തിയാക്കുക എന്നുള്ളത് കേട്ടോ. പാറ്റേൺ പൂർത്തിയാക്കുക. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ ഒന്നിടേണ്ട സംഖ്യകൾ, അതായത് 2 വീതം ആഡ് ചെയ്ത് പറയാനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ മക്കളെ. അതായത് 2, 2ലേക്ക് 2 ചേർത്ത 4, പിന്നെ 2 ചേർക്കുമ്പോൾ 6, 8, 10, 12, 14, 16, 18, 20 എന്നിങ്ങനെ പറഞ്ഞിട്ട് 100 വരെ പറയാൻ നമുക്കറിയാം അല്ലെ. ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയാത്തതായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മക്കളൊന്ന് പറഞ്ഞു പഠിക്കുക കേട്ടോ. അതായത് 2 ഇട വിട്ടിട്ട് പറഞ്ഞു പഠിക്കുക. എങ്ങനെ, 2, 4, 6, 8, 10, 12 എന്നിങ്ങനെ തുടങ്ങിയിട്ട് 100 വരെ പറഞ്ഞു പഠിക്കുക. വളരെ സിമ്പിൾ ആണ്, മക്കളൊക്കെ പെട്ടെന്ന് പഠിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് 5, 10, 15, 20, 25 എന്നിങ്ങനെ തുടങ്ങിയിട്ട് അതും 100 വരെ. പിന്നെ 10 ഇടവിട്ടിട്ട് 10, 20, 30, 40, 50 എന്നിങ്ങനെ തുടങ്ങിയിട്ട് 100 വരെ.
ഇത് മക്കൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഈ 3 സംഭവം നിങ്ങൾക്ക് അറിയെങ്കിൽ ഒട്ടുമിക്ക പാറ്റേണും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് തരുള്ളൂ. ഇപ്പൊ ചിലപ്പോൾ മക്കൾക്ക് പാറ്റേൺ ഇങ്ങനെ ഒരു പുഴുവിനൊക്കെ വരച്ചിട്ടായിരിക്കും പാറ്റേൺ ഉണ്ടായിരിക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് നമ്പർ കൊടുക്കാം. ഇവിടെ 10 ഇതൊരു പുഴുവാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചിത്രത്തിലേക്ക് ഇവിടെ 10 തന്നു, ഇവിടെ 12 തന്നു, പിന്നെ ഇവിടെ 2 സെറ്റും തന്നില്ല, ഇവിടെ 18 തന്നു. ഇവിടെ മിസ്സായി പോയിട്ടുള്ള നമ്പർ ചോദിച്ചു. അപ്പൊ ഏതാണ് മക്കളെ? ഇവിടെ 10, ഇവിടെ 12 അല്ലെ? ഈ ഒരു സംഭവം നമുക്ക് അറിയുന്ന കൂട്ടുകാരാണെങ്കിൽ അടുത്ത സംഖ്യ ഏതാണ്? 2 കൂട്ടിയിട്ട് ഏത് വരും? 14 വരും. ഇവിടെ എത്തുമ്പോൾ 16 വരും. ഇവിടെ ഏത് വരും? 18. മനസ്സിലായോ? ഇനി ഇതിന്റെ ഉള്ളിൽ നമുക്ക് 5, 10, 5 വീതം കൂടുന്ന നമ്പേഴ്സാ തന്നതെന്ന് വിചാരിച്ച മക്കളെ. ഇവിടെ നമുക്ക് 25 തന്നു, ഇവിടെ 30 തന്നു. എന്നിട്ട് ചിലപ്പോൾ ബാക്കി എഴുതാനായിട്ട് പറയാം. അപ്പൊ എന്ത് വരും മക്കളെ? 25, 30, അത് കഴിഞ്ഞിട്ട് 35, 40, 45 അല്ലേ? അപ്പം അങ്ങനെയും വരാം. ഇനി 10 ഇടവിട്ടിട്ട് വരാം. ഇവിടെ അപ്പം നമുക്ക് തരാണ് 30 തന്നു, 40 തന്നു, പിന്നെ ഏത് വരും? 50, 60, 70 എന്നുള്ള രീതിയിൽ വരും. അപ്പം ഇത്തരത്തില് പാറ്റേൺസ് മക്കൾക്ക് പരീക്ഷയ്ക്ക് വരും. അപ്പൊ പാറ്റേൺ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാ മിസ് ഇപ്പൊ എഴുതിയ ഈ കാര്യമാണ്. വേഗം പറഞ്ഞു പഠിച്ചോട്ടോ. സംശയമുള്ള കൂട്ടുകാർ 2 ഇടവിട്ട് പഠിക്കുക, 5 ഇടവിട്ടിട്ടുള്ള സംഖ്യകൾ പഠിക്കുക, അതുപോലെ തന്നെ 10 ഇടവിട്ടിട്ടുള്ള സംഖ്യകൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാം എഴുതാൻ പറ്റും. പിന്നെ ചിലപ്പോൾ പാറ്റേൺ റിവേഴ്സ് ഓർഡറിൽ എഴുതാനായിട്ട് വരാറുണ്ട്. അവിടെ നോക്കിക്കേ മക്കളെ, ചെറിയൊരു എക്സാമ്പിള്. അവിടെ നമുക്ക് കുറച്ച് നമ്പേഴ്സ് തരികയാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് തന്നു, ഇവിടെ 30 തന്നു, ഇവിടെ 31 തന്നു. ബാക്കിയുള്ള നമ്പേഴ്സ് മക്കൾ എഴുതണം. ഇവിടെ 30 ആണ്, ഇവിടെ 31 ആണ്, ഇവിടെ ഒരു വട്ടട്ട നമുക്കറിയാം എത്രയാണ്? 32 അല്ലെ? കൂടി കൂടി വരികയാണ്. അപ്പൊ 30ന് തൊട്ട് പിറകിലുള്ള നമ്പർ ഏതാണ്? അങ്ങനെ പുറകോട്ട് എഴുതാൻ വരും. 30ന് തൊട്ട് പുറകിൽ ഏത് വരും? 29 വരും, 28 വരും, 27 വരും. അപ്പൊ ഇങ്ങനെ റിവേഴ്സ് ഓർഡറിൽ, അതായത് പുറകിൽ നിന്ന് മുന്നിലേക്ക് എഴുതാനുള്ള പാറ്റേൺ വരാറുണ്ട്. മക്കൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു കാര്യമാണ് മിസ്സിംഗ് ആയി പോയിട്ടുള്ള നമ്പർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വിട്ടുപോയിട്ടുള്ള നമ്പർ എഴുതാനായിട്ടുള്ള ചോദ്യവും വരും. അത് ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആണ്. എണ്ണാൻ അറിയുന്ന കൂട്ടുകാർക്കൊക്കെ വളരെ നല്ല രീതിയിൽ എഴുതാൻ പറ്റും. നോക്കിക്കേ മക്കളെ, ഇവിടെ ഇപ്പം നമുക്ക് 45, 47 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ 39, 41 ഇങ്ങനെ തന്നു. അപ്പൊ ഇതിൽ മിസ്സായി പോയിട്ടുള്ള നമ്പർ ഏതാ? ഇതിന്റെ ഇടയിലുള്ള 2 നമ്പർ ഏതാ? ഇവിടെ 45 ഉണ്ട്, ഇവിടെ 47 ഉണ്ട്. അപ്പൊ ഇടയിലുള്ള നമ്പർ ഏതാണ് മക്കളെ? 45 കഴിഞ്ഞിട്ടൊന്ന് മക്കൾ എണ്ണി നോക്കി. 45 കഴിഞ്ഞാൽ 46, 47 എന്നാണ് വരിക അല്ലെ? അപ്പൊ ഇവിടെ എത്രയാണ്? 46, 46 അല്ലെ? 45, 46, 47. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ 39 ഉണ്ട്, ഇവിടെ 41 ഉണ്ട്. അപ്പൊ അതിന്റെ സെന്ററിലുള്ള നമ്പർ ഏതാണ് മക്കളെ? ഇങ്ങനെ വരുന്ന കേസിലാണ് നമുക്ക് ചിലപ്പോൾ സംശയം വരിക. ഇങ്ങനെ ആവുന്ന സമയത്ത് കുഴപ്പമില്ല. ഇവിടെ 39 വന്നാൽ തൊട്ടടുത്ത നമ്പർ ഏതാന്ന് പറയാൻ ചില കൂട്ടുകാർക്ക് ഒരു പ്രയാസം കാണാറുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? 1 മുതൽ 100 വരെ ഒരു 2 3 പ്രാവശ്യം ഇന്ന് നന്നായിട്ട് എണ്ണി നോക്കുക. അതിനുശേഷം കിടന്നുറങ്ങിയാൽ മതിയിട്ട് എല്ലാവരും. അപ്പൊ 39 കഴിഞ്ഞ 40 ആണെന്ന് നമുക്ക് അറിയാം അല്ലെ? അറിയാത്ത കൂട്ടുകാർ വേഗം പഠിക്കുക. 39 കഴിഞ്ഞ 40 ആണ്, 40 കഴിഞ്ഞിട്ട് ഏതുണ്ട്? നമുക്ക് 41 ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ വലിയ സംഖ്യകളൊക്കെ വരാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വളയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മിസ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് ഒരു കുട്ടി എന്ത് ചെയ്യാണ്? 20 വളയുണ്ട് അവളുടെ കയ്യിൽ. അവള് 2 കയ്യിലായിട്ട് വള ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് എന്ത് ചെയ്യാണ്? 10, 10 എന്നുള്ള രീതിയിൽ ഇട്ടു. പിന്നെ ഏതൊക്കെ രീതിയിൽ അവൾക്ക് വളയിടാം എന്നുള്ള ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് മക്കൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റും. മക്കൾ അത് നോക്കിയിട്ട് ഒന്നൊരു ചെയ്ത് നോക്കാട്ടോ ആ ഒരു വർക്ക്. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മക്കള് നാളത്തെ നിങ്ങളുടെ മാത്സ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്. പിന്നെ മിസ് നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. മാസത്തിൽ വെറും 89 രൂപയെ നിങ്ങൾക്ക് അതിന് വരുന്നുള്ളൂ കേട്ടോ. 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകൾക്കും ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. മന്ത്ലി വെറും 89 രൂപയെ ചാർജ് വരുന്നുള്ളൂ കേട്ടോ. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. മക്കളുടെ പേരും നിങ്ങളുടെ സ്കൂളിന്റെ പേരും നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.